ചിലരെ കയറി പിടിക്കുന്ന അപകർഷത പിശാചാണ്. ഞാൻ താഴ്ന്നവനാണ്, താഴ്ന്നവളാണ്, വിരൂപയാണ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല, ഞാൻ ബലഹീനയാണ്, ഞാൻ രോഗിയായിപ്പോയി, ഇങ്ങനെയുള്ള അപകർഷത കൊണ്ട് വിഷമിക്കുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ താഴ്ന്നവനോ ഉയർന്നവനോ ഇല്ല. എന്നേക്കാൾ താഴ്ന്നവരും ഒത്തിരി ഇല്ലേ, എന്നേക്കാൾ ഉയർന്നവരും ഒത്തിരിയുണ്ട്. നമുക്ക് കിട്ടിയ കഴിവുകളും കഴിവുകേടുകളും അംഗീകരിച്ചുകൊണ്ട് ധൈര്യമായിട്ട് ജീവിതത്തെ അഭിമുഖീകരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അത് ഉണ്ടെന്ന് അംഗീകരിച്ചുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഇപ്പോൾ ഒരു വികലാംഗനാണ്, ഞാൻ വികലാംഗനാണെങ്കിൽ എനിക്ക് ആ വികലാംഗരും ഇത്ര ഇഷ്ടം പോലെ കഴിവുള്ളവരില്ലേ, മറ്റ് കഴിവുകൾ. ഒരു കൈ വയ്യെങ്കിൽ മറ്റേ കൈയും കൂടെ ആ കൈയുടെ ഭാഗത്ത് പ്രവർത്തിക്കും. ഒരു കാലില്ലെങ്കിൽ ഒറ്റക്കാലയിൽ ഭംഗിയായിട്ട് നടക്കാനും ഫുട്ബോൾ കളിക്കാനും പറ്റുന്നവരില്ലേ. അപ്പോൾ അതുകൊണ്ട് ശാന്തമായിട്ട് അഭിമുഖീകരിക്കുവാനൊക്കെ പാവനം പ്രാർത്ഥിക്കുക. ഈ തിന്മയുടെ പിശാച്, ഈ ചിന്താഗതിയുടെ വികലമായ ചിന്താഗതിയുടെ പിശാചിൽ നിന്ന് കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. ശാന്തമായി അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകാനൊക്കെ പാവനം നിങ്ങൾക്ക് നൽകട്ടെ. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ, ശക്തിപ്പെടുത്തട്ടെ. സ്വന്തം കഴിവുകേടുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ കഴിവുകളെക്കുറിച്ചും ചിന്തിക്കുക. എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ട്, എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിവുണ്ട്, മറ്റുള്ളവരെ സഹായിക്കാൻ കഴിവുണ്ട്, എനിക്ക് സന്തോഷം നൽകാൻ സാധിക്കും, എനിക്ക് പൊട്ടിച്ചിരിപ്പിക്കാൻ സാധിക്കും, എനിക്ക് നന്മ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ചിന്തകൾ, സത്ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക, മനസ്സിനെ ശക്തിപ്പെടുത്തുക. ഈ പൈശാചിക ബന്ധനത്തിൽ കർത്താവ് നിങ്ങളെ മോചിപ്പിക്കട്ടെ. അപകർഷതയിൽ നിന്ന് വിഷമിക്കുന്നവർക്ക് ഫോണിൽ വിളിക്കാം, ഫോൺ കൗൺസിലിങ്ങിലൂടെ സഹായിക്കാം. 9447465414. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവും ശിയായിക്കും സ്തുതിയായിരിക്കും.